ഫുൾ റൂട്ടീൻ എങ്ങനെയാ വരണ്ടേന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ സുംബ ചെയ്യുന്നതിന് മുന്നേ കുളിക്കാവോ ഭക്ഷണം കഴിക്കാമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വരുന്നുണ്ട്. സുംബ ചെയ്യുന്നതിന് മുന്നേ കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊന്നും വേണ്ട. ഒരു 1 hour മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. കഴിഞ്ഞിട്ട് സുംബ തുടങ്ങിയപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വാമപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂട്ടി ബോഡി ഒന്ന് വാമാക്കി മാറ്റുക. ഒന്ന് ഇത്തിരി ചൂട് കയറുമ്പോൾ എന്താ ഉണ്ടാകുക വെച്ചാൽ നമുക്ക് മസിൽ ക്രാംസും പിന്നെ പെട്ടെന്നുള്ള ഉളുക്കൽ ഉണ്ടാവില്ലേ, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ടക്കുന്ന തല തിരിക്കുമ്പോൾ ഇവിടെ ഒരു ഉളുക്ക്, പിന്നെ പുറകിൽ അതൊന്നും വരാണ്ടിരിക്കാനാണ്. അപ്പോൾ ആദ്യം ഒരു വാമപ്പ് ചെയ്യുക, എന്നിട്ട് പതുക്കെ ഒരു സ്ലോ സുംബ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ അതിൻ്റെ ബീറ്റ്സ് കൂട്ടി കൂട്ടി റഗറ്റൺ സ്റ്റൈൽ എന്ന് പറയും, ഹൈ സ്പീഡ് സുംബനെ റഗറ്റൺ സ്റ്റൈൽ എന്ന് പറയും, അത് ചെയ്യുക. പിന്നെ വീണ്ടും പതുക്കെ സ്ലോ ആക്കി കൊണ്ടുവരിക, പിന്നെ വീണ്ടും കയറ്റുക. അതിൻ്റെ പിന്നിലുള്ള ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഹൈ സ്പീഡ് ഡാൻസ് ചെയ്തിട്ട് അതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ല. ബ്രീത്തിങ്ങിന് ഭയങ്കര പ്രോബ്ലം വരും. അത് നമുക്ക് ലേറ്റർ ഓൺ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഹാർട്ട് ബീറ്റ് റേഷ്യോ ഒത്തിരി ഹൈ ആയി നിൽക്കുമ്പോൾ പതുക്കെ ഒരു കൂൾ ഡൗൺ സെഷൻ മാതിരി നമ്മൾ പതുക്കെ ഒരു ലൈറ്റായിട്ടൊരു ഡാൻസ് ചെയ്യുക. നിർത്തരുത്, നടന്ന് പതുക്കെ ഒരു സ്ലോ വേർഷൻ ഡാൻസ് ചെയ്യുക, വീണ്ടും ഹൈ സ്പീഡ് ചെയ്യുക. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഹൈ ഇതിൽ പോവും, പിന്നെ വീണ്ടും നമ്മൾ ബാക്ക് ടു നോർമൽ ഇതിലേക്ക് കൊണ്ടുവരും ബോഡിയുടെ ഹാർട്ട് ബീറ്റ് റേറ്റ്. അത് കഴിഞ്ഞ് വീണ്ടും കയറ്റി കൊണ്ടുവരാം. അങ്ങനെ ഒരു 45 to 1 hour വർക്കൗട്ട് പറ്റും ഒരാൾക്ക്. ഇനി ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വിഷമിച്ച് ഇതൊന്നും ആക്കണ്ട. ഒരു ദിവസം ഒരു 15 minutes കഴിയുമ്പോഴേക്കും അയ്യോ ഇനി പറ്റണില്ല ഭയങ്കര ടയർഡായെന്ന് വെച്ചാൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്തോ. പിറ്റേ ദിവസം ഈ 15 minutes തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ നിങ്ങൾ തന്നെ അറിയില്ല, ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു 25 minutes ആക്കാം, 35 minutes ആക്കാം, 45 ആവും. അങ്ങനെ നമ്മുടെ സ്റ്റാമിന ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സ്റ്റുഡൻസ് എത്തിയോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ സ്റ്റാമിന അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ബോഡിയുടെ ഷേപ്പും നല്ല ഷേപ്പായി വരും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ സുംബ വീഡിയോസ് യൂട്യൂബിലുണ്ട്, അത് നോക്കി വീട്ടിൽ തന്നെ ഇരുന്ന് ട്രൈ ചെയ്തോ. പുറത്തു പോകാൻ പറ്റാത്തവരാണെങ്കിൽ അതിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഒരു ഇൻസ്ട്രക്ടർ പറഞ്ഞു തരുന്ന മാതിരി 2 count ഇൻ സൈഡ് അതൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ ഉള്ള രീതിയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴും ഹാപ്പി ആയിരിക്കുക. വേറെ കാര്യം, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേറൊരു ഇതുണ്ട്, കുറേ ചിരിക്കുക. വെറുതെ ചിരിക്കേണ്ട ആൾക്കാർ വിചാരിക്കും നമുക്ക് ഭ്രാന്താണ്. പക്ഷെ എപ്പോഴും ഒരു ചിരിച്ച് നല്ല പ്ലസൻ്റായി നടക്കാൻ നോക്കുക. ഈ ചിരി, ഉറക്കം, അതുപോലെ അങ്ങനെ കുറച്ചൊക്കെ വളരെ നല്ല. പോയോ നെറ്റ് സ്ലോ ആണ്.